സെക്കൻഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 2025 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Question number 17. A certain product passes through three processes before it is transferred to finished stock. The following information is obtained for the month of March. The items process 1, process 2, process 3 and then finished stock. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 1000, അതേപോലെ 2200, 800, then 3000. ഓക്കെ. Then direct material, process 1 2000, process 2 2100, then process 3 3000. Then direct wages 1500, then 1600. Then production overhead 1400, 600, 4000. Then closing stock 500, 600, 400, then 1500. Then profit percentage on transfer price. Okay, 25%, 20% and 20%. Then next, inter-process profit for opening stock, process 2 200, process 3 200, then finished stock 1100. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. Then next നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് സ്റ്റോക്ക് ഇൻ പ്രോസസ് ആർ വാല്യൂഡ് അറ്റ് പ്രൈം കോസ്റ്റ് and finished stock has been valued at the price which it was received from process 3. Then sales during the period, ഇവിടെ സ്റ്റേറ്റ് എന്നുള്ള sales during the period were ₹35,000. prepare and compute process cost account showing profit element at each stage and actual realized profit. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പ്രോസസ് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ പ്രൈസ് വരുന്ന കേസിലാണെങ്കിൽ അവിടെ പ്രോഫിറ്റ് കൂടെ ഉൾപ്പെടുന്നതാണ് പ്രോസസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കോളം എന്താണ്? പെർട്ടിക്കുലേഴ്സ്, രണ്ടാമത്തെ കോളം ടോട്ടലി, മൂന്നാമത്തെ കോളം കോസ്റ്റ്, ദെൻ നാലാമത്തെ കോളം പ്രോഫിറ്റ് എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. ഓക്കെ, ഡെബിറ്റിലും ക്രെഡിറ്റിലും. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ പ്രോസസ് 1 അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് വരക്കുന്നു. അപ്പോൾ പ്രോസസ് 1 അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഐറ്റംസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു. അതായത് ഡെബിറ്റ് സൈഡിൽ നമ്മൾ നോർമലി കാണിക്കും എന്താണ്? എക്സ്പെൻസസ് ആണ്. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കിനെ കാണിക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുള്ളത് പ്രോസസ് 1ൽ എത്രയാണ്? 1000 ആണ്. ഇപ്പോൾ 1000 നമ്മുടെ കോസ്റ്റിൻ്റെ കോളത്ത് കാണിക്കും. അത് തന്നെ ടോട്ടലും വരും. കാരണം ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആകുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവുകയില്ല. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കേസിൽ എന്തുണ്ടാവില്ല? പ്രോസസ് 1ൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കേസിൽ പ്രോഫിറ്റ് ഉണ്ടാവുകയില്ല. ആദ്യം തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ഉണ്ടാവുകയില്ല പ്രോസസ് 1ൻ്റെ കേസിൽ. ദെൻ പ്രോസസ് 1ൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് എത്രയാണ്? പ്രോസസ് 1ൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് 2000 ആണ്. ആ 2000നെ നമ്മൾ കാണിക്കുന്നു. ആ 2000 അതേപോലെ അത് ടോട്ടലും കാണിക്കുന്നു. ദെൻ വേജസ് 1500 ആണ്. അത് കോസ്റ്റിലും അതേപോലെ തന്നെ ടോട്ടലും കാണിക്കുന്നു. എന്നിട്ട് ഇതിനെ ടോട്ടൽ ചെയ്യുന്നു. ഇപ്പോൾ 4500 എന്ന് കിട്ടും. ഇനി ഇതിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിനെ മൈനസ് ചെയ്യുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 500 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്. ഇവിടെയും ശ്രദ്ധിക്കുക, പ്രോസസ് 1ൻ്റെ കേസിൽ എന്തുണ്ടാവുകയില്ല? അവിടെ പ്രോഫിറ്റ് ഉണ്ടാവുകയില്ല. 500 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ കോസ്റ്റിലും 500, അതേപോലെ തന്നെ ടോട്ടലിൻ്റെ കോളത്തിലും എത്ര വരും? 500 വരും. ദെൻ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിനെ മൈനസ് ചെയ്യുന്നു. 4500 നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. 4000 എന്ന് 2 കോളത്തിലും കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. ഈ ഒരു പ്രോസസ് 1 അക്കൗണ്ടിൽ വലിയൊരു കോംപ്ലിക്കേഷൻ ഇല്ല. ദെൻ നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന അപ്പോൾ ഇവിടെ കിട്ടിയെന്നാണ്? പ്രൈം കോസ്റ്റ് ആണ്. ഓക്കെ, അതായത് എല്ലാ മെറ്റീരിയൽസ്, വേജസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ഇതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റിൻ്റെ എമൗണ്ട് കിട്ടും. അതേപോലെ ഇതിൻ്റെ കൂടെ ഓവർ ഹെഡ് കൂടെ നമ്മൾ കാണിക്കുന്നു. ഓവർ ഹെഡ് ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ്? പ്രോസസ് 1ൽ 1400 ആണ്. അത് ടോട്ടലിൻ്റെ കോളത്തിലും കാണിക്കുന്നു. അപ്പോൾ 2 കോളവും ടോട്ടലും കോസ്റ്റ് കോളവും ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 5400 എന്ന് കിട്ടും. ഓക്കെ അല്ലേ?
ഇനി നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങളോട് പ്രോഫിറ്റ് പറയുന്നത് എത്രയാണ്? പ്രോഫിറ്റ് പറയുന്നത് പ്രോസസ് 1ൻ്റെ കേസിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ ട്രാൻസ്ഫർ പ്രൈസ് ടു നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 25% ആണ് പറയുന്നത്. ഇവിടെ ട്രാൻസ്ഫർ പ്രൈസിൻ്റെ മുകളിലാണ് എന്ന് പറയുന്നുണ്ട്. ഇത് പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കണം. ട്രാൻസ്ഫർ പ്രൈസിൻ്റെ മുകളിലാണ് എന്ത്? 25%. പക്ഷേ ഇവിടെ ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് എന്തറിയാം? കോസ്റ്റ് പ്രൈസ് അറിയാം. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 5400 ആണ് കോസ്റ്റ് പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസ് ആണ് അറിയുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ കോസ്റ്റ് പ്രൈസ് നമ്മൾ എടുക്കുന്നു. ഇവിടെ എത്രയാണ്? 5400 ആണ്. ഇൻറ്റു നമുക്ക് തന്ന പേഴ്സൻറ്റേജ് എത്രയാണ്? 25 ആണ് തന്നത്. പക്ഷേ ഇവിടെ നിങ്ങളെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്താണ്? ട്രാൻസ്ഫർ പ്രൈസിൻ്റെ മുകളിലാണ് 25%. അപ്പോൾ അത് കോസ്റ്റിൻ്റെ മുകളിലായി കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് 100ൽ നിന്നും എന്ത് ചെയ്യുക? ഈ ഒരു 25 തന്ന പേഴ്സൻറ്റേജിനെ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ ഇവിടെ 25/75 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ 5400 × 25/75 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് എത്ര കിട്ടും? 1800 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഈ 1800 നമ്മൾ എവിടെയും കാണിക്കുന്നു? ഈ ഒരു ടോട്ടലിൻ്റെ കോളത്തിലും കാണിക്കുന്നു. കോസ്റ്റിൻ്റെ കോളത്തിൽ വരുന്നില്ല, പ്രോഫിറ്റിൻ്റെ കോളവും ടോട്ടലിൻ്റെ കോളവും വരും. ഓക്കെ, അപ്പോൾ ഈ പ്രോഫിറ്റ് കണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ട്രാൻസ്ഫർ പ്രൈസിൻ്റെ മുകളിലാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ 25/100 - 75 എന്ന് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് നമ്മൾ കാണിച്ചു, അതേപോലെ തന്നെ ടോട്ടലിൻ്റെ കോളത്തിൽ നമ്മൾ കാണിച്ചു. ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു? ടോട്ടലിൻ്റെ കോളം നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7200 എന്ന് കിട്ടും. ഈ 7200നെ നമ്മൾ എവിടെയും കാണിക്കുന്നു? ക്രെഡിറ്റ് സൈഡിലും ടോട്ടലിൽ കാണിക്കുന്നു 7200. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോസ്റ്റിൻ്റെ കോളം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 5400 ആണ്. അതും നമ്മൾ ഇവിടെ കാണിക്കുന്നു കോസ്റ്റിൻ്റെ കോളത്തിൽ ക്രെഡിറ്റ് സൈഡിൽ. ദെൻ പ്രോഫിറ്റിൻ്റെ കോളം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1800 ആണ്. അതും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ കാണിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ കിട്ടുന്ന ബാലൻസിനെ ബൈ പ്രോസസ് 2 അക്കൗണ്ട് നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ഈ ബാലൻസുകളെല്ലാം ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ കാണിക്കും. ഓക്കെ, അതായത് 7200, 5400, 1800 എന്നിങ്ങനെ കാണിക്കും. ഇത്തരത്തിലാണ് പ്രോസസ് 1 അക്കൗണ്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് പ്രോസസ് 2 അക്കൗണ്ട് ആണ്. അടുത്ത് വരുന്നത് എന്താണ്? പ്രോസസ് 2 അക്കൗണ്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസസ് 2 അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത ഡാറ്റ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കണം. അത് ഒന്നാമത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പ്രോസസ് 2 എന്നതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത് എത്രയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത് പ്രോസസ് 2ൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത് 1200 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് പ്രോഫിറ്റ് കൂടെ ഇൻക്ലൂഡഡ് ആയതായിരിക്കും. അത് ടോട്ടലിൻ്റെ കോളത്തിൽ നമ്മൾ കാണിക്കുന്നു. ദെൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? പ്രോഫിറ്റ് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് ഫോർ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രോസസ് 2ൽ 200 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോഫിറ്റിൻ്റെ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 200 കാണിക്കുന്നു. അപ്പോൾ ഈ 200 വന്നിട്ടുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നതാണ് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് എത്രയാണെന്ന് കിട്ടും? 1200 നിന്ന് 200 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1000 എന്ന് കിട്ടും. അതാണ് എന്ത്? കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1200 നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന ഓപ്പണിംഗ് സ്റ്റോക്കിനെ എഴുതുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നതാണ്, അതും കാണിക്കുന്നു. ദെൻ കോസ്റ്റ് എന്ന് പറയുന്നത് 1200 നിന്ന് 200 കുറച്ചാൽ കിട്ടുന്നതാണ്. ദെൻ നെക്സ്റ്റ് 2 പ്രോസസ് 1 അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രോസസ് 1 അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇങ്ങോട്ടേക്ക് കാണിക്കുന്നു. 7200, 5400, ദെൻ 1800 ഓൾറെഡി നേരത്തെ നമ്മൾ ചെയ്ത പ്രോസസ് 1 അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ്. ദെൻ അടുത്ത മെറ്റീരിയൽ കോസ്റ്റ് പ്രോസസ് 2ൽ വരുന്ന മെറ്റീരിയൽ കോസ്റ്റ് 2100 ആണ്. അത് ടോട്ടലിലും കോസ്റ്റിലും കാണിക്കുന്നു. അതേപോലെ വേജസ് 1500 അതും കാണിക്കുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അതായത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? 12,000 കിട്ടും. ഇവിടെ 10,000 കോസ്റ്റ് കോളത്ത് കിട്ടും. ദെൻ ഇവിടെ 2,000 എന്ന് കിട്ടും പ്രോഫിറ്റിൻ്റെ കോളം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നത് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് തന്നത് 600 ആണ് പ്രോസസ് 2 എന്നതിൽ. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഏത് കോളത്തിൽ കാണിക്കണം? ടോട്ടലിൻ്റെ കോളത്തിൽ. നേരത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിച്ചതുപോലെ തന്നെ ടോട്ടലിൻ്റെ കോളത്തിൽ കാണിക്കണം. ഇപ്പോൾ പ്രോസസ് 1ൽ പ്രോഫിറ്റ് ഉണ്ടാവില്ല, പ്രോസസ് 2ൻ്റെ കേസിൽ പ്രോഫിറ്റ് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ തന്നിരിക്കുന്ന 600 ഇൻറ്റു എന്ത് കാണുന്നു? 600 ഇൻറ്റു 10,000
ഡിവൈഡഡ് ബൈ 12,000 കാണുന്നു. ഓക്കെ, ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 500 എന്ന് കിട്ടും. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ എന്താണ്? കോസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കോസ്റ്റ് ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 600 ക്വസ്റ്റനിൽ തന്നിട്ടുള്ള വാല്യൂ ഇൻറ്റു എന്താണ്? കോസ്റ്റ്. ഓക്കെ, കോസ്റ്റ് ഡിവൈഡ് ബൈ 12,000 കണ്ടു കഴിഞ്ഞാൽ, അതായത് 12,000 എന്ന് പറയുന്ന ടോട്ടൽ കോളം. ഇപ്പോൾ നമുക്ക് എത്ര കിട്ടും? 500 എന്ന് കിട്ടും. ഈ 500 ആണ് കോസ്റ്റ്. ദെൻ പ്രോഫിറ്റ് കാണുന്നത് എങ്ങനെയാണ്? 600 നിന്നും 500 കുറക്കുന്നു, അപ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും പ്രോഫിറ്റ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് കാണുന്നു. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ 12,000 നിന്ന് 600 കുറക്കുന്നു, ഇപ്പോൾ 11,400. 600 എന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറക്കുന്നു. ദെൻ ഇവിടെ 10,500 കുറക്കുന്നു, അപ്പോൾ 9,500. ദെൻ 2,100 കുറക്കുന്നു, അപ്പോൾ 1,900 എന്ന് കിട്ടും. ദെൻ അതിനുശേഷം നമ്മൾ ഓവർ ഹെഡ് കാണിക്കുന്നു. ക്വസ്റ്റനിൽ പ്രോസസ് 2 എന്നതിൻ്റെ ഓവർ ഹെഡ് എത്രയാണ്? 600 ആണ്. അപ്പോൾ ഇതിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12,000, 10,100, ദെൻ 1,900 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ പ്രോസസ് 2 എന്നതിൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? നമുക്ക് എത്രയാണോ മൊത്തം കോസ്റ്റ് വരുന്നത്, ഇവിടെ എത്രയാണ് കോസ്റ്റ് വരുന്നത്? 12,000 ആണ്. ഈ 12,000 ആണ് നമുക്കറിയുള്ളൂ. ആ 12,000 എന്ത് കാണണം? 20% കാണണം. 20% എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പ്രൈസിൻ്റെ മുകളിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? 20% 100 എന്ന് കുറച്ചിട്ട് ഡിവൈഡ് ബൈ 80 എന്ന് കാണണം. ഓക്കെ, ട്രാൻസ്ഫർ പ്രൈസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ കോസ്റ്റ് പ്രൈസിൻ്റെ മുകളിൽ കാണണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ കാണണം. ഇപ്പോൾ 12,000 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 80 കാണുന്നു. അപ്പോൾ നമുക്ക് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് എത്ര കിട്ടും? 3,000 എന്ന് കിട്ടും. ഇത് നമ്മൾ ടോട്ടലിൻ്റെ കോളത്തിലും കാണിക്കുന്നു. ഓക്കെ, ദെൻ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടലിൻ്റെ കോളം 15,000 കിട്ടും, കോസ്റ്റിൻ്റെ കോളം 10,100 എന്ന് കിട്ടും, പ്രോഫിറ്റിൻ്റെ കോളം 4,900 എന്ന് കിട്ടും. ഇത് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നു. ദെൻ ബാലൻസ് ചെയ്യുന്നു. ബൈ പ്രോസസ് 3 അക്കൗണ്ട് എന്ന് പറഞ്ഞ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാലൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്തരത്തിലാണ് പ്രോസസ് 2 അക്കൗണ്ട് വരുന്നത്. ഇനി ഇതേ രീതിയിൽ തന്നെ പ്രോസസ് 3 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ആദ്യം ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുന്നു. ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 800 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ ക്വസ്റ്റനിൽ തന്നത്. ഇനി പ്രോസസ് 3യുടെ പ്രോഫിറ്റ് നമ്മുടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. പ്രോസസ് 3യുടെ ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 200 ആണ്. 200നെയും കാണിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 8,000 മൈനസ് 200, 600 എന്ന് കിട്ടും. ദെൻ പ്രോസസ് 2 അക്കൗണ്ട് നേരത്തെ നമ്മൾ വരച്ച അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് 15,000, 10,100, ദെൻ 4,900. ദെൻ പ്രോസസ് 3യുടെ മെറ്റീരിയൽ 3,000, വേജസ് 1,600 ഇങ്ങോട്ടേക്ക് എടുത്തിരുന്നു. ദെൻ അതിനുശേഷം ടോട്ടൽ ചെയ്യുന്നു. 20,400, 15,300, 5,100 എന്ന് ടോട്ടൽ കിട്ടും. അതിനുശേഷം നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓർക്കുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ എത്രയാണ്? 400 ആണ് നമ്മുടെ ക്വസ്റ്റനിൽ തന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് എങ്ങനെയാണ്? 400 ഇൻറ്റു എന്തെടുക്കുന്നു? 15,000, 400 ഇൻറ്റു 15,300 ഡിവൈഡ് ബൈ എന്ത് വരും? 20,400 എന്ന് വരും. 20,400. ഓക്കെ, അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 300 എന്ന് കിട്ടും ഇവിടെ കോസ്റ്റ്. അപ്പോൾ 400 മൈനസ് 300, 100 എന്ന് കിട്ടും പ്രോഫിറ്റ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രൈം കോസ്റ്റ് കാണുന്നു. അതായത് 20,400 നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുന്നു. അപ്പോൾ 20,000, 15,300 നിന്നും 300 ഓർക്കുന്നു. അപ്പോൾ 15,000. ദെൻ 5,100 നിന്ന് 100 ഓർക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5,000 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഓവർ ഹെഡ് കൂടെ കാണിക്കുന്നു. 4,000 ആണ് വരുന്നത്. അപ്പോൾ 24,000 എന്ന് കിട്ടും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 19,000, ദെൻ 5,000. ഓക്കെ, ദെൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ടോട്ടലിൻ്റെ മുകളിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് ട്രാൻസ്ഫർ പ്രൈസിൻ്റെ മുകളിലാണ് ക്വസ്റ്റനിൽ പറഞ്ഞത്. നേരത്തെ ചെയ്ത പോലെ തന്നെ 24,000 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 80 കാണുന്നു. അതായത് 20% ആണ് ക്വസ്റ്റനിൽ പറഞ്ഞത്. അപ്പോൾ 6,000 പ്രോഫിറ്റ് കിട്ടും. അത് നമ്മൾ ടോട്ടലിൻ്റെ കോളത്തിലും കാണിക്കുന്നു. ദെൻ ടോട്ടൽ ചെയ്യുന്നു 30,000, 19,000, 11,000. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് സൈഡിലും കാണിക്കുന്നു. 30,000, 19,000, 11,000. ദെൻ ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 30,000, 19,000, 11,000 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, പ്രോസസ് 3 അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇത്രയും ആയാൽ നെക്സ്റ്റ് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമ്മൾ കാണിക്കുന്നത് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ ക്വസ്റ്റനിൽ തന്നത് ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നത് എത്രയാണ്? ഇവിടെ 3,000 ആണ്. അതേപോലെ തന്നെ ഇതിന് എന്തും തന്നിട്ടുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്കിന്
പ്രോഫിറ്റ് കൂടെ തന്നിട്ടുണ്ട് 1100. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ കാണിക്കുന്നു. ഫിനിഷ്ഡ് സ്റ്റോക്കിൽ 3000 അതേപോലെ തന്നെ 1100 പ്രോഫിറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് കിട്ടും. 3000 1100 കുറച്ച് കഴിഞ്ഞാൽ 1800 എന്ത് കിട്ടും? കോസ്റ്റ് എന്ന് കിട്ടും. ദെൻ ബൈ ടു പ്രോസസ് 3 അക്കൗണ്ട്, നേരത്തെ പ്രോസസ് 3 അക്കൗണ്ടിൻ്റെ ബാലൻസ് 30,000, 19,000, 11,000 കാണിക്കുന്നു. ദെൻ ഇതിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. 33,000, 20,900, 12,100. ദെൻ അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നു. അതായത് ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ ക്വസ്റ്റനിൽ തന്നത് 1500 ആണ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ എത്രയാണ്? 1500 ആണ് വരുന്നത്. 1500 ഇൻറ്റു എന്തെടുക്കണം? 1500 ഇൻറ്റു 20,900. 20,900 ഡിവൈഡഡ് ബൈ 33,000. ഓക്കെ, ടോട്ടലി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 950 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 1500 നിന്നും 950 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 550 എന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു 33,000 നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് കുറക്കുന്നു. 1500, 950 അതേപോലെ 550. അപ്പോൾ 31,500, 19,950, 11,550 എന്ന് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫൈനലി നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റനിൽ പറയുന്നുണ്ട് സെയിൽസ് എത്രയാണ്? 35,000 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, 35,000 ആണ് സെയിൽസ് എന്ന് ക്വസ്റ്റനിൽ ഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 35,000 നമ്മൾ ഇവിടെ കാണിക്കുന്നു. ബൈ സെയിൽസ് ടോട്ടലിൻ്റെ കോളത്തിൽ കാണിക്കുന്നു. അപ്പോൾ ആ ഒരു കോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 35,000 ടോട്ടൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേ എമൗണ്ട് തന്നെ നമ്മൾ ഇവിടെ ഡെബിറ്റ് സൈഡിലും കാണിക്കുന്നു 35,000. ദെൻ ഇതിൽ നമ്മൾ ഈ ഒരു എമൗണ്ടിനെ മൊത്തം കുറക്കുന്നു. അപ്പോൾ നമുക്ക് 3,500 എന്ന് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ പ്രോഫിറ്റിനെ നമ്മൾ പ്രോഫിറ്റിൻ്റെ കോളത്തിലേക്കും എടുത്ത് എഴുതുന്നു. ഇനി നമ്മൾ കോസ്റ്റിൻ്റെ കോളം ടോട്ടൽ ചെയ്യുന്നു, പ്രോഫിറ്റിൻ്റെ കോളം ടോട്ടൽ ചെയ്യുന്നു. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലും കാണിക്കുന്നു. ഇവിടെ 19,950, 15,050 എന്നുള്ള രൂപത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മളോട് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ള മറ്റൊന്നാണ് പ്രോഫിറ്റ്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. പ്രോസസ് 1 എന്തില്ല? ഇവിടെ പ്രോഫിറ്റ് ഇല്ല. ദെൻ പ്രോസസ് 2 എന്നതിൽ നമുക്കറിയാം, പ്രോസസ് 2 എന്നതിൽ 100 ആണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് വന്നത്. ദെൻ പ്രോസസ് 3 എന്നതിലും 100 ആണ് വന്നത്. ഫിനിഷ്ഡ് സ്റ്റോക്കിൽ 550 ആണ് എന്ത് വന്നത്? പ്രോഫിറ്റ് വന്നത്. നെക്സ്റ്റ് നമ്മൾ ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളതാണ് കണ്ടെത്തുന്നത്. പ്രോസസ് 1 1800 എന്നുള്ള ആ ടോട്ടൽ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. പ്രോസസ് 2 3,200, അതിൽ നിന്നും എന്താണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് 100 കുറക്കുന്നു. അപ്പോൾ 3,100 ആണ് ആക്ച്വൽ പ്രോഫിറ്റ് വരുന്നത്. ദെൻ പ്രോസസ് 3 വരുന്നത് 6,000 + 200 മൈനസ് 100 ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ 6,100 എന്ന് വരും. ഫിനിഷ്ഡ് സ്റ്റോക്കിൽ 3,000 പ്ലസ് എന്താണ് 3,500 + 1,100 മൈനസ് 550. അപ്പോൾ 4,050 എന്ന് കിട്ടും. ഇവിടെ മൈനസ് ആണ്, മൈനസ് 550, 4,050 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടലി ഇവിടെ പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് 14,300, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ 1,500, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ 750. ഓക്കെ, അപ്പോൾ ഇത് ഓവറോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 15,050 എന്ന് ഇവിടെ പ്രോഫിറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. നന്നായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.